ഹലോ ഗൈസ്, ഇന്ന് നല്ല സിമ്പിളായിട്ടൊരു അടിപൊളിയായിട്ട് മാങ്ങ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ പോയി പറിക്കുക, ആരാൻ്റെ തോട്ടത്തിൽ പോയി പറിക്കേണ്ട, അടി കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം അതിനായിട്ട് ആവശ്യമുള്ളത് 2 മാങ്ങയാണ്. 2, 3, 4 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ 2 എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടെടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് വലുപ്പത്തിലൊക്കെ അരിയേണ്ടവർക്ക് അങ്ങനെ അരിയാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കുറച്ച് അധികം എടുത്താൽ പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറച്ച് ചെറിയുള്ളി അതേപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ 4-5 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ തേങ്ങ അരച്ചത് ഒരു അരമുറി തേങ്ങ അരപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് ഓവറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓവറാക്കിയിട്ട് എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് ചീത്ത പറയരുത്, നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കുക. പിന്നെ ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട്. അരിഞ്ഞിടുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല ചതച്ചിട്ടിടുന്നതായിരിക്കും. വീണ്ടും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. സോറി ഗൈസ്, നാവ് വഴങ്ങിപ്പോയതാണ്. മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അധികം ഇട്ടിക്കില്ല, ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാനുള്ള ഉപ്പ് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇത് വഴന്ന് വരാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ വാടി വരുന്ന സമയത്ത് മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ അടുപ്പിച്ചിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 സ്പൂണും കുറച്ചും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു മാങ്ങ ഒന്ന് ഉടഞ്ഞ് എന്താ പറയുക, തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ്. ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കുറച്ച് ചെറുള്ളിയും കടുക്കും ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിക്കാനുള്ളത്, തൂമ്പിക്കാൻ ഉള്ളത്, അങ്ങനെയൊക്കെയല്ലേ പറയുക, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഞാനത് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല, തേങ്ങ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കാൻ നിൽക്കരുത്, അപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് എടുത്ത് മാറ്റണം. അപ്പം നല്ല അടിപൊളിയായിട്ട് കറി കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബൈ.